പ്രിയപ്പെട്ടവരെ, നമസ്തേ. ക്രൈസ്തവ ലോകത്തെ ഏറ്റവും പ്രശസ്തമായ പ്രാർത്ഥനയാണ് കർത്തൃപ്രാർത്ഥന. ഇംഗ്ലീഷിലെ ലോർഡ്സ് പ്രെയർ എന്ന് പറയും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് തുടങ്ങുന്ന ഈ പ്രാർത്ഥന വളരെ പ്രശസ്തമാണ്. ആ പ്രാർത്ഥനയിൽ ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം അന്നന്ന് ഞങ്ങൾക്ക് തരണമേ എന്ന് ദൈവത്തോട് അപേക്ഷിക്കുന്നുണ്ട്. ഞാൻ ഈ പ്രാർത്ഥന എൻ്റെ മകളെ പഠിപ്പിക്കുമ്പോൾ ഗീവ് us ടുഡേ അവർ ഡെയിലി ബ്രെഡ് എന്ന് പറയാൻ ആവശ്യപ്പെടുമ്പോൾ അവളത് ഭേദഗതി ചെയ്തിട്ട് ഗീവ് us ടുഡേ അവർ ഡെയിലി ഐസ്ക്രീം എന്ന് പറയുമായിരുന്നു. ഇവിടെ ഞാൻ പറയാൻ പോകുന്ന കഥയിൽ അപ്പൻ മകനെ ഈ പ്രാർത്ഥനയൊക്കെ പഠിപ്പിച്ചു കഴിഞ്ഞിട്ട് അപ്പൻ മകനോട് ചോദിച്ചു, മോനെ, ആരാണ് നമുക്ക് ദിനംപ്രതി ആഹാരം തരുന്നത്? കുട്ടി ഒരു സംശയം കൂടാതെ പറഞ്ഞു, സ്വിഗ്ഗി. എല്ലാ ദിവസവും ചാരുകസേരയിലിരുന്ന് അപ്പൻ ഭക്ഷണം ഓർഡർ ചെയ്യുന്നതും സ്വിഗ്ഗിയുടെ ദൂതൻ ഭക്ഷണം കൊണ്ടുവരുന്നതും കാണുന്ന കുട്ടി അങ്ങനെ അല്ലാതെ പറഞ്ഞാലല്ലേ അത്ഭുതപ്പെടാനുള്ളൂ. ഈ ഡിജിറ്റൽ യുഗത്തിൽ അങ്ങനെ അല്ലാതെ എന്ത് ഉത്തരമാണ് കുട്ടിക്ക് പറയാൻ കഴിയുക? വർത്തമാനകാലത്തിന് ഒരിക്കലും ഒഴിച്ചുകൂടാൻ സാധിക്കാത്ത വിജ്ഞാന മേഖല ഏതാണ്? അനുനിമിഷം വളർന്നുകൊണ്ടിരിക്കുന്ന സാങ്കേതിക തികവിൻ്റെ ലോകത്ത് ഡിജിറ്റൽ സാങ്കേതിക വിദ്യയെക്കുറിച്ചുള്ള അറിവ് തന്നെയാണ് ഈ കാലത്ത് ഒഴിച്ചുകൂടാൻ സാധിക്കാത്തത്. സംശയമില്ല. ഡിജിറ്റൽ സാക്ഷരത എന്ന ഒറ്റ പദം ഉപയോഗിച്ച് വിശേഷിപ്പിക്കാവുന്ന ഈ അറിവുകൾ മൊബൈൽ ഫോണിൻ്റെ പ്രവർത്തനത്തിൽ തുടങ്ങി സങ്കീർണമായ കമ്പ്യൂട്ടർ സാങ്കേതിക വിദ്യയുടെ അങ്ങേതലം വരെ എത്തി നിൽക്കുന്നു. സാങ്കേതിക വിദ്യയുടെ വളർച്ചയോടെ മറ്റൊരു മേഖലയ്ക്കും അഭൂതപൂർവമായ വികാസം സംഭവിച്ചിട്ടുണ്ട്. അത് വിവരവിനിമയ കൈമാറ്റ മേഖലയിലാണ്. ഒരു വാർത്ത ഭൂമിയുടെ ഒരറ്റത്ത് നിന്ന് മറ്റൊരറ്റത്തേക്ക് എത്താൻ ആഴ്ചകളും മാസങ്ങളും എടുത്തിരുന്ന കാലത്തിൽ നിന്ന് സെക്കൻഡുകൾക്കുള്ളിൽ വാർത്തകൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തേക്കും കടന്നു ചെല്ലുന്ന തലത്തിലേക്ക് നമ്മുടെ സാങ്കേതിക വിദ്യ വളർന്നിരിക്കുന്നു. വാർത്താവിനിമയ മേഖലയിൽ ഉണ്ടായ ഈ നേട്ടം ദുരുപയോഗം ചെയ്യുന്ന ഒരു വിഭാഗവും അതിനോടൊപ്പം വളർന്നു വന്നിട്ടുണ്ട്. വ്യാജ വാർത്തകൾ സൃഷ്ടിച്ച് അത് വ്യക്തികളുടെയും സ്ഥാപനങ്ങളുടെയും നേട്ടത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന രീതി ഇന്ന് കോടികളുടെ വരുമാനം നൽകുന്ന പ്രവൃത്തി കൂടിയാണ്. ഡിജിറ്റൽ സാക്ഷരതയെക്കുറിച്ചും വ്യാജ വാർത്തകളെ തിരിച്ചറിയാനുള്ള മാർഗങ്ങളെക്കുറിച്ചുമാകട്ടെ നമ്മുടെ ഇന്നത്തെ ചർച്ച. സമയപരിമിതി മൂലം 2 ഭാഗങ്ങളായിട്ടാണ് ഈ ചർച്ച ഒരുക്കിയിരിക്കുന്നത്. ആദ്യ ഭാഗത്തിൽ ഡിജിറ്റൽ സാക്ഷരതയെക്കുറിച്ചും അതിൻ്റെ അനന്ത സാധ്യതകളെക്കുറിച്ചും, രണ്ടാം ഭാഗത്തിൽ വ്യാജ വാർത്തകളെ തിരിച്ചറിയാനുള്ള മാർഗങ്ങളെക്കുറിച്ചും നാം പൊതുവെ പാലിക്കേണ്ട ചില നിയമങ്ങളെക്കുറിച്ചും നമുക്ക് ചിന്തിക്കാം. എന്താണ് ഡിജിറ്റൽ സാക്ഷരത? ഡിജിറ്റൽ ഉപകരണങ്ങളെ സംബന്ധിക്കുന്ന അടിസ്ഥാന വിവരങ്ങളെല്ലാം തന്നെ ഡിജിറ്റൽ സാക്ഷരതയുടെ പരിധിയിൽപ്പെടുത്താം. ആമുഖത്തിൽ സൂചിപ്പിച്ചതുപോലെ മൊബൈൽ ഫോണിൻ്റെ ഉപയോഗവും ഇൻ്റർനെറ്റിൽ വിവരങ്ങൾ തിരയുന്ന മാർഗങ്ങളും സങ്കീർണമായ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറുകൾ ഉപയോഗിക്കാൻ പരിശീലിക്കുന്നതുമടക്കം ജീവിതം സുഗമമാക്കുന്ന, നമ്മുടെ ജോലികളെ അനായാസം പൂർത്തിയാക്കാൻ സഹായിക്കുന്ന ഡിജിറ്റൽ സാങ്കേതിക വിദ്യകളുടെ അടിസ്ഥാന വിവരങ്ങളെല്ലാം തന്നെ ഡിജിറ്റൽ സാക്ഷരതയുടെ പരിധിയിലേക്ക് ഉൾപ്പെടുത്താവുന്നതാണ്. ഡിജിറ്റൽ സംവിധാനങ്ങൾ നിലവിൽ വന്നതോടെ സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്നത് കൂടുതൽ സൗകര്യപ്രദമായി മാറിയിട്ടുണ്ട്. അത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പേടിഎം, ഗൂഗിൾ പേ മുതലായ ആപ്പുകൾ ഉപയോഗിച്ച് സാധനങ്ങൾ വാങ്ങുവാനും ബജറ്റ് തയ്യാറാക്കാനും വളരെ എളുപ്പത്തിൽ സാധിക്കും. അത്തരം ആപ്പുകൾ സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്തുന്നതിനും സുരക്ഷിതമായി നിക്ഷേപങ്ങൾ നടത്തുവാനും നമ്മെ സഹായിക്കുന്നു. ഇതെല്ലാം തന്നെ നമ്മുടെ സന്തത സഹചാരിയായ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ഞൊടിയിടയിൽ ചെയ്യുവാൻ സാധിക്കുമെന്നതാണ് ഡിജിറ്റൽ ലോകം മനുഷ്യരാശിക്ക് സമ്മാനിച്ച പ്രധാന അനുഗ്രഹം. ഡിജിറ്റൽ ലോകം അനന്തമായ തൊഴിൽ സാധ്യതകളാണ് മനുഷ്യരാശിക്ക് മുൻപിൽ തുറന്നിടുന്നത്. സ്വന്തം ബിസിനസ്സും സ്വതന്ത്രമായ തൊഴിൽ മേഖലകളും അടക്കം നൂതനമായ ആശയങ്ങളും അവസരങ്ങളും യാഥാർത്ഥ്യമാക്കാനുള്ള അവസ്ഥയാണ് നിലവിലുള്ളത്. മേൽപ്പറഞ്ഞവയെല്ലാം തന്നെ സ്വന്തം വീടിനകത്തിരുന്ന് ചെയ്യുവാനുള്ള
അവിശ്വസനീയമായ സാഹചര്യമാണ് ഡിജിറ്റൽ ലോകത്തിൻ്റെ വളർച്ച മൂലം നമുക്ക് സാധ്യമായിരിക്കുന്നത്. കോവിഡ് കാലത്തിന് തൊട്ട് മുമ്പ് വരെ വളരെ കുറഞ്ഞ അളവിൽ മാത്രം നടന്നിരുന്ന ഓൺലൈൻ വെർച്വൽ ക്ലാസ്സുകൾ ഇന്ന് ലോകത്തിൻ്റെ എല്ലാ സ്ഥലങ്ങളിലും സർവ്വസാധാരണമായി മാറിയിരിക്കുന്നു. വിദേശ രാജ്യങ്ങൾ ഏകദേശം പൂർണ്ണമായി തന്നെ വെർച്വൽ ക്ലാസ്സുകൾക്ക് പ്രാധാന്യം നൽകി തുടങ്ങി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു സർവകലാശാലയിൽ ഏതെങ്കിലും വിഷയത്തിലെ ഒരു കോഴ്സ് പൂർത്തിയാക്കുവാൻ ആ സർവകലാശാലയിലേക്ക് 1-2 തവണ മാത്രം പോയാൽ മതി എന്നുള്ള അവസ്ഥ ഇപ്പോൾ നിലവിലുണ്ട്. ഇതിനും പുറമെയാണ് അന്താരാഷ്ട്ര നിലവാരമുള്ള ഓക്സ്ഫോർഡ്, ഹാർവർഡ് തുടങ്ങിയ സർവകലാശാലകൾ വെർച്വലായി മാത്രം നടത്തുന്ന കോഴ്സ് സർട്ടിഫിക്കറ്റുകൾ, പഠന സാമഗ്രികൾ അടക്കം എല്ലാം തന്നെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ ലഭ്യമാകുന്ന തലത്തിലേക്ക് സാങ്കേതിക വിദ്യ വളർന്നിരിക്കുന്നു. വിദ്യാഭ്യാസത്തിനോട് താല്പര്യമുള്ള അടിസ്ഥാന സാങ്കേതിക ജ്ഞാനം മാത്രം കൈമുതലായുള്ള ഏതൊരു സാധാരണക്കാരനും ഇത്തരത്തിൽ ഏത് കോഴ്സുകൾ വേണമെങ്കിലും പൂർത്തിയാക്കാമെന്നുള്ളത് വിദ്യാഭ്യാസ വിപ്ലവമായി തന്നെ കണക്കാക്കേണ്ടിയിരിക്കുന്നു. ഡിജിറ്റൽ ലോകം വലുതാകുന്നതോടെ ലോക സമൂഹം ചെറുതാവുകയാണ്. അതെ, ദൂരത്തിനതീതമായി, ദേശഭാഷാന്തരങ്ങൾക്ക് അതീതമായി പരസ്പരം സംവദിക്കാൻ സാധിക്കുന്ന ഒരു ചെറു സമൂഹമായി ലോകം മാറിയിരിക്കുന്നു. കാതങ്ങൾക്കപ്പുറമുള്ള ഒരു രാജ്യത്തെ മികച്ച ഒരു അധ്യാപകനോ സംഗീതജ്ഞനോ പറയുന്നത് അതേസമയം കേൾക്കാനും മനസ്സിലാക്കുവാനും പ്രതികരിക്കുവാനും ഇങ്ങ് നമ്മുടെ കൊച്ചു കേരളത്തിലുള്ള ഒരു സാധാരണക്കാരന് പോലും സാധിക്കുന്നു എന്നത് ഡിജിറ്റൽ വിപ്ലവം കൊണ്ട് മാത്രം സാധ്യമായ ഒന്നാണ്. ഡിജിറ്റൽ മീഡിയയുടെ സംഭാവനയായ സാമൂഹിക മാധ്യമങ്ങളാണ് ഈ നേട്ടം നേരിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്. ആശയങ്ങൾ പങ്കുവയ്ക്കുവാനും ആരോഗ്യകരമായ ചർച്ചകൾ നടത്തുവാനുമുള്ള മികച്ച ഇടങ്ങളായി സാമൂഹിക മാധ്യമങ്ങൾ മാറിയിരിക്കുന്നു. ഏറ്റവും മികച്ച സാധനങ്ങൾ ഏറ്റവും മികച്ച സ്ഥലത്തു നിന്നും വാങ്ങുക എന്നുള്ളത് ഇന്ന് ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചും സന്തോഷകരമായ കാര്യമാണ്. വീടിന് പുറത്തു പോകാതെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ഒരു വസ്തുവിൻ്റെ ഗുണനിലവാരം മനസ്സിലാക്കുവാനും അത് വാങ്ങുവാനും ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ അത് തിരികെ നൽകുവാനും പകരം മറ്റൊന്നെടുക്കുവാനും ഇത് നമുക്ക് സാധിക്കുന്നുണ്ട്. ആമസോണും ഫ്ലിപ്കാർട്ടും ആലിബാബയും ജിയോ മാർട്ടും അടക്കം സ്മാർട്ടായ വെർച്വൽ വിൽപ്പന സംവിധാനങ്ങൾ നമ്മെ ഇതിന് സഹായിക്കുന്നു. വ്യവസായ വിപണന രംഗത്ത് ഡിജിറ്റൽ ലോകം വരുത്തിയ മാറ്റങ്ങൾ ഉപയോഗപ്പെടുത്തിയ പലരും ഇന്ന് ശതകോടീശ്വരന്മാരാണ്. ഭക്ഷണ വിതരണ ശൃംഖലയിൽ ഡിജിറ്റൽ ലോകത്തിൻ്റെ കടന്നുവരവ് മനുഷ്യൻ്റെ ജീവിതക്രമം ആയാസരഹിതമാക്കുവാൻ സഹായിച്ചിട്ടുണ്ട്. അത്യാവശ്യം സന്ദർഭങ്ങളിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം ഇഷ്ടപ്പെട്ട ഹോട്ടലിൽ നിന്നോ റെസ്റ്റോറൻറ്റിൽ നിന്നോ ഓർഡർ ചെയ്യുവാനും അത് വീട്ടുമുറ്റത്തേക്ക് എത്തിക്കുവാനും ഡിജിറ്റൽ ആപ്പുകൾ നമ്മെ ഇന്ന് സഹായിക്കുന്നുണ്ട്. സൊമാറ്റോയും സ്വിഗ്ഗിയും ഇന്ന് ഏതൊരു സാധാരണക്കാരൻ്റെയും ജീവിതത്തിൻ്റെ ഭാഗമാണ്. ഒരു പക്ഷേ 10-20 വർഷങ്ങൾക്ക് മുൻപ് ചിന്തിക്കാൻ പോലും സാധ്യമല്ലാതിരുന്ന തരത്തിൽ ഭക്ഷണ വിതരണ ശൃംഖല വളർന്നിരിക്കുന്നു. ഒരു മനുഷ്യൻ്റെ ജീവിതക്രമവും അവൻ്റെ വ്യായാമവും അതുമൂലം ലഭിക്കുന്ന പ്രയോജനങ്ങളും പാർശ്വഫലങ്ങളും അടക്കം ആരോഗ്യകരമായ ജീവിതം നയിക്കുവാൻ വേണ്ട നിർദ്ദേശങ്ങളെല്ലാം ഇന്ന് ഡിജിറ്റൽ ലോകത്ത് ലഭ്യമാണ്. ഏറ്റവും മികച്ച ആരോഗ്യ പ്രവർത്തകർ ഉൾപ്പെട്ടിട്ടുള്ള ഫിറ്റ്നസ് ആപ്പുകൾ ഇന്ന് പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ലഭ്യമാണ്. വേണ്ട വിധത്തിൽ അവയെ ഉപയോഗപ്പെടുത്തുക മാത്രമാണ് നമ്മൾ ചെയ്യേണ്ടത്. ഒരു മനുഷ്യൻ്റെ ആരോഗ്യ സംബന്ധമായ എല്ലാ വിവരങ്ങളും ഒറ്റ ക്ലിക്കിൽ ലഭിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. ഇത്രയും കാര്യങ്ങളിൽ ഡിജിറ്റൽ ലോകം ഇടപെടൽ നടത്തുമ്പോൾ യാത്രയുടെ കാര്യത്തിൽ മാത്രം എന്തിനു മാറി നിൽക്കണമല്ലേ? അതെ, ലോകം ഇന്ന് സഞ്ചരിക്കുന്നത് ഗൂഗിൾ മാപ്പിലൂടെയാണ്. ഇലോൺ മസ്ക് എന്ന സൈബർ രാജാവ് കഴിഞ്ഞ ദിവസങ്ങളിൽ ലോകത്തിന് മുന്നിൽ അവതരിപ്പിച്ച ഡ്രൈവർ ഇല്ലാതെ സഞ്ചരിക്കുന്ന സൈബർ ട്രക്കുകളാണ്. പോകേണ്ട സ്ഥലവും എത്തിച്ചേരേണ്ട സമയവും ഒക്കെ ആപ്പിനോട് പറയുക, വീട്ടുമുറ്റത്തേക്ക് ഡ്രൈവർ ഇല്ലാത്ത സൈബർ ട്രക്ക് എത്തിച്ചേരും. സാധനങ്ങളെല്ലാം പെറുക്കി വെച്ച് വിശാലമായി പിൻസീറ്റിൽ കയറിയിരുന്ന് ലാപ്ടോപ്പിൽ നിങ്ങളുടെ ജോലികൾ ആരംഭിച്ചോളൂ. നിങ്ങൾ നിർദ്ദേശിച്ച സ്ഥലത്ത് സൈബർ ട്രക്ക് നിങ്ങളെയും കൊണ്ട് ചെന്നെത്തിക്കും. തനിയെ ഡോറും തുറക്കും,
വാഹനം വഴിയിൽ അപകടത്തിൽപ്പെടുമെന്ന ഭീതിയും വേണ്ട. എതിരെ വരുന്ന വാഹനത്തെയും അതിൻ്റെ വേഗതയെയും മിനിറ്റുകൾക്ക് മുമ്പ് തന്നെ തിരിച്ചറിയാൻ പറ്റുന്ന തരത്തിൽ സുശക്തമായ സാങ്കേതിക സംവിധാനമാണ് ഡ്രൈവർ ഇല്ലാത്ത വാഹനങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. ഗൂഗിളും ഇത്തരത്തിൽ വാഹനങ്ങൾ പുറത്തിറക്കിയിട്ടുണ്ട്. ആദ്യമായി മൊബൈൽ ഫോൺ കണ്ടുപിടിച്ച മാർട്ടിൻ കൂപ്പർ ആ ഫോൺ പിടിച്ചു നിൽക്കുന്ന ചിത്രം കണ്ടാൽ ഇന്ന് നമുക്ക് ചിരി വരും. കാരണം ഒരു വലിയ ഇഷ്ടികയുടെ അത്രയും വലിപ്പമുണ്ടായിരുന്നു ആദ്യ മൊബൈൽ ഫോണിന്. അവിടെ നിന്നും രണ്ടായി മടക്കി പോക്കറ്റിൽ സൂക്ഷിക്കാൻ പറ്റുന്ന തരത്തിലേക്ക് മൊബൈൽ ടെക്നോളജി വളർന്നിരിക്കുന്നു. അതുപോലെ സൈബർ ട്രക്കുകളും ഗൂഗിളിൻ്റെ ഡ്രൈവറില്ലാത്ത കാറുകളും നിരത്തുകൾ കീഴടക്കുന്ന കാലം വിദൂരമല്ല. ഊബറും ഓലയും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന സ്ഥാനം ഉറപ്പിച്ചിട്ട് കാലമേറെയായി. അതുകൊണ്ട് അവയെപ്പറ്റി ഞാൻ കൂടുതലായൊന്നും നിങ്ങളോട് പറയുന്നില്ല. ഇത്തരത്തിൽ സാങ്കേതിക വിപ്ലവത്തിൻ്റെ നല്ല വശങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നതിനോടൊപ്പം അതിൻ്റെ അപകട സാധ്യതകളും നാം മനസ്സിലാക്കിയിരിക്കണം. ഡിജിറ്റൽ സ്കാമുകളും ഫിഷിങ്ങും എന്ന് വേണ്ട നിമിഷ നേരം കൊണ്ട് ഒരു പുരുഷായുസിൽ സമ്പാദിച്ചതൊക്കെ അപ്രത്യക്ഷമാകുന്ന ഡിജിറ്റൽ കൊള്ളയടി വരെ ഒട്ടനവധി സുരക്ഷാ പ്രശ്നങ്ങൾ ഡിജിറ്റൽ ലോകത്ത് നിലനിൽക്കുന്നുണ്ട്. വളരെ സൂക്ഷിച്ച് 2 തവണ ആലോചിച്ച് മാത്രമേ ഓരോ ഇടപാടുകളും നടത്താൻ പാടുള്ളൂ എന്ന് ഡിജിറ്റൽ വിദഗ്ധർ എപ്പോഴും നമ്മളെ ഓർമ്മിപ്പിക്കാറുണ്ട്. പക്ഷെ പലപ്പോഴും അതിവിദഗ്ധമായി കബളിപ്പിക്കപ്പെടുന്ന കഥകൾ നാം ദൈനംദിന കേൾക്കുന്നുമുണ്ട്. സംഗീത സംവിധായകനായ ജെറി അമൽദേവിനെ ഒരു സംഘം വടക്കേ ഇന്ത്യൻ തട്ടിപ്പുകാർ കബളിപ്പിക്കാൻ ശ്രമിച്ചതും യുവതിയായ ബാങ്ക് മാനേജർ അതിനെ തടയിട്ടതുമൊക്കെ നമ്മൾ കണ്ടതല്ലേ? ഈ സാഹചര്യത്തിൽ എൻ്റെ പ്രേക്ഷകരോട് ഒന്ന് ചോദിക്കട്ടെ, ദൈനംദിന ജീവിതത്തിൽ ഡിജിറ്റൽ ആപ്പുകൾ വഹിക്കുന്ന പങ്ക് എന്താണ് എന്ന് എപ്പോഴെങ്കിലും നിങ്ങൾ വിലയിരുത്തിയിട്ടുണ്ടോ? വിശകലനം ചെയ്തിട്ടുണ്ടോ? അവ നമ്മുടെ ജീവിതം കീഴടക്കി എന്ന് തന്നെ ഞാൻ പറയും. നാം സമയം കൊല്ലികളെന്ന് പലപ്പോഴും വിശേഷിപ്പിക്കുന്ന ഇൻസ്റ്റയും ടിക്ടോക്കും അവനവനെ ബ്രാൻഡ് ചെയ്യാനും ജീവിതോപാധിയാക്കി മാറ്റാനും സാധിക്കുന്ന ഒന്നായി വളർന്നിട്ടുണ്ട്. യൂട്യൂബർ എന്നത് ഒരു തൊഴിൽ മേഖലയായി ഇന്ന് പരക്കെ അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു. സ്വന്തമായി ജോലിയുള്ളവർ പോലും ഒരു യൂട്യൂബ് ചാനൽ ആരംഭിക്കുകയും അധിക വരുമാനം കണ്ടെത്തുകയും ചെയ്യുന്നത് ഇന്ന് സർവ്വസാധാരണമാണ്. ഇത്തരത്തിൽ മനുഷ്യൻ്റെ ദൈനംദിന ജീവിതത്തിലേക്ക് ഡിജിറ്റൽ സാങ്കേതിക വിദ്യ കടന്നു വരുമ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒട്ടനവധി വെല്ലുവിളികളും മനുഷ്യ സമൂഹം നേരിടുന്നുണ്ട്. ഒരിക്കൽ ഡിജിറ്റൽ ലോകത്തിലേക്ക് എത്തിപ്പെടുന്ന എന്തും പിന്നീട് ഒരിക്കലും മായ്ക്കാൻ സാധിക്കാത്ത തരത്തിൽ ലോകമെമ്പാടും എത്തിച്ചേരുമെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. നാം എന്തെങ്കിലും ഡിജിറ്റൽ ലോകത്ത് പങ്കുവെക്കുന്നതിന് മുൻപ് ഈ യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിഞ്ഞിരിക്കണം. അതൊരു ചിത്രമാണെങ്കിലും അഭിപ്രായമാണെങ്കിലും സ്വന്തം വീഡിയോ ആണെങ്കിലും ഒരിക്കൽ പോസ്റ്റ് ചെയ്താൽ പിന്നീട് തിരിച്ചെടുക്കാൻ സാധിക്കാത്ത വിധം ലോകം അതിനെ ഏറ്റെടുക്കും. സത്യം പ്രയാണം ആരംഭിക്കുമ്പോഴേക്കും നുണ ലോകം ചുറ്റി വരും എന്ന പ്രയോഗം ഓർമ്മയില്ലേ? അത് അക്ഷരം പ്രതി ശരിവയ്ക്കുന്ന തരത്തിലാണ് ഡിജിറ്റൽ ലോകത്തിൻ്റെ പോക്ക്. എത്തിക്സ് അഥവാ ധാർമ്മികത എന്നൊന്ന് ഡിജിറ്റൽ ലോകത്ത് ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. ഇവിടെ വിവര കൈമാറ്റവും അതുവഴി ലഭിക്കുന്ന സമ്പത്തും മാത്രമാണ് പ്രധാനം. നമ്മുടെ സ്വകാര്യതയെക്കുറിച്ചും അത് നേരിടുന്ന വെല്ലുവിളികളെക്കുറിച്ചും സംസാരിക്കുമ്പോൾ നാം മറ്റൊരാൾക്കെതിരെ പറയുന്ന വാക്കുകളെക്കുറിച്ചും ഇവിടെ സൂചിപ്പിക്കേണ്ടതായിട്ടുണ്ട്. ഡിജിറ്റൽ ലോകത്തിൻ്റെയും സാമൂഹ്യ മാധ്യമങ്ങളുടെയും കടന്നുവരവോടെ ഒരാൾക്ക് മറ്റൊരാൾക്കെതിരെ നടത്താവുന്ന ആക്രമണങ്ങളുടെ എണ്ണം വർദ്ധിച്ചിരിക്കുന്നു. സൈബർ ആക്രമണം എന്നൊരു പദം തന്നെ ഇന്ന് മലയാളിക്ക് സുപരിചിതമാണ്. മറ്റൊരാളെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന തരത്തിലോ സാമൂഹ്യ വിരുദ്ധമായ സംഭാഷണങ്ങളോ ഡിജിറ്റൽ ലോകത്ത് നമ്മുടേതായി എത്തിപ്പെടാതിരിക്കാൻ നാം വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ ഈ വീഡിയോ തയ്യാറാക്കുന്ന സമയത്തും ഓരോ വാക്യങ്ങളും ഒന്നിലേറെ തവണ പരിശോധിച്ച ശേഷമാണ് പറയുന്നത്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ് അതിൻ്റെ കാരണം. ഡിജിറ്റൽ ലോകത്ത് കൈവിട്ട വാക്ക് എന്നത് നൂല് പൊട്ടിയ പട്ടം തന്നെയാണ്. ഭാരതത്തിൽ ഡിജിറ്റൽ സാക്ഷരത എന്നത് പല തലങ്ങളിലായി വിഭജിക്കാൻ സാധിക്കുന്ന ഒന്നാണ്. നഗരപ്രദേശങ്ങളിൽ ഡിജിറ്റൽ സാക്ഷരത അതിൻ്റെ പാരമ്യത്തിലെത്തി നിൽക്കുമ്പോൾ
ഗ്രാമപ്രദേശങ്ങളിൽ താരതമ്യേന ഡിജിറ്റൽ സാങ്കേതിക വിദ്യയുടെ കടന്നുവരവ് വളരെ കുറവാണ്. എന്നാൽ ഗൂഗിൾ പേ അടക്കമുള്ള നവസാങ്കേതിക വിദ്യകൾ ഇന്ന് ഗ്രാമപ്രദേശങ്ങളിൽ പോലും ഉപയോഗിക്കുന്നു എന്നുള്ളത് നാം ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്. ഭാരതത്തിൽ ജനിച്ച പല വ്യക്തികളും അന്താരാഷ്ട്ര ഡിജിറ്റൽ കമ്പനികളുടെ തലപ്പത്തെത്തിച്ചേരുന്ന കാഴ്ച നാം കണ്ടതാണ്. സുന്ദർ പിച്ചെ അടക്കം ഒട്ടനവധി ഭാരതീയർ ഇന്ന് ഡിജിറ്റൽ ലോകത്തെ നയിക്കുന്ന സാരഥികളാണ്. അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ ജോലി ചെയ്യുന്ന ഭാരതീയർക്ക് ഉയർന്ന ശമ്പളവും മറ്റു സൗകര്യങ്ങളും ലഭിക്കുന്നുണ്ട്. ഡിജിറ്റൽ സാങ്കേതിക വിദ്യയുടെ വളർച്ചയോടെ ആ മേഖലയിലുള്ള തൊഴിൽ സാധ്യതകളും വർദ്ധിച്ചിട്ടുണ്ട്. ആൺ പെൺ വ്യത്യാസമില്ലാതെ ഏവർക്കും തങ്ങളുടെ കഴിവ് അടിസ്ഥാനമാക്കി ഉയർന്ന ശമ്പളം നേടുവാൻ ഡിജിറ്റൽ ലോകത്ത് സാധിക്കും. ക്ഷമയും നവസാങ്കേതിക വിദ്യകൾ പഠിച്ചെടുക്കുവാനുള്ള താല്പര്യവും മാത്രമാണ് ഇത്തരം ജോലികൾ നേടുവാൻ വേണ്ടത്. പിന്നാക്ക മേഖലയിൽ നിന്നുള്ള സ്ത്രീകളടക്കം മുൻകാലങ്ങളിൽ അവഗണിക്കപ്പെട്ടിരുന്ന ഏവർക്കും ഡിജിറ്റൽ ലോകം തൊഴിൽ സാധ്യതകൾ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ഡിജിറ്റൽ സാങ്കേതിക വിദ്യ ഒരു വശത്ത് തൊഴിലവസരങ്ങളുടെ വാതിലുകൾ തുറന്നിടുമ്പോൾ മറ്റൊരു വശത്ത് തൊഴിൽ നഷ്ടത്തിനുള്ള സാധ്യതയും ഉണ്ടാക്കുന്നുണ്ട്. നവസാങ്കേതിക വിദ്യകൾ പഠിച്ചെടുക്കാൻ സാധിക്കാത്ത ഒരു വിഭാഗം മനുഷ്യർ തൊഴിൽ രഹിതരായി മാറുന്നു എന്നുള്ള യാഥാർത്ഥ്യവും നമ്മുടെ മുൻപിലുണ്ട്. പരമ്പരാഗത തൊഴിലുകൾ പലതും ഡിജിറ്റൽ സാങ്കേതിക വിദ്യയുടെ വരവോടെ അപ്രത്യക്ഷമാകുന്നുമുണ്ട്. അത്തരം ജോലികൾ മാത്രം പഠിച്ചാൽ തൊഴിൽ രഹിതരായി മാറും എന്നതും സത്യമാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അഥവാ നിർമ്മിത ബുദ്ധി ഇന്ന് ഇടപെടുന്നത് ചിത്രം വര പോലുള്ള സർഗാത്മകമായ മേഖലകളിലാണ്. ആവശ്യമുള്ള ചിത്രത്തിനെക്കുറിച്ച് നൽകുന്ന വിവരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതിമനോഹരങ്ങളായ ചിത്രങ്ങൾ നിർമ്മിച്ച് നൽകാൻ ഇന്ന് നിർമ്മിത ബുദ്ധി അഥവാ AI സാധിക്കും. ലോകത്തിൻ്റെ ഈ പോക്ക് എങ്ങോട്ടാണ് എന്ന് നിങ്ങൾക്ക് സങ്കല്പിക്കാനാകുമോ? എല്ലാത്തിനും രണ്ട് വശങ്ങളുണ്ടെന്ന് പറയുന്നത് പോലെ ഡിജിറ്റൽ സാങ്കേതിക വിദ്യയ്ക്കും നല്ലതും ചീത്തയുമായ രണ്ട് വശങ്ങളുണ്ട്. ഡിജിറ്റൽ സാങ്കേതിക വിദ്യ ഒരുക്കുന്ന ഭീഷണികളെക്കുറിച്ച് നമുക്ക് അടുത്ത ലക്കത്തിൽ ചർച്ച ചെയ്യാം. അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും കാണാം.